നല്ല മീൽസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണോ. അപ്പൊ ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ചെന്നൈ ടു പാലക്കാട് ബൈ റോഡാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരാൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുഞ്ചി എവിടേക്കാ നമ്മള് പോണേ? അപ്പൊ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നാട്ടിൽ പോയിട്ട്. എൻ്റെ അമ്മമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന് വേണ്ടി എന്തായാലും പോണെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടി പോവാ. അപ്പൊ സരുണിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സരുൺ ഓഫീസിൽ നിന്ന് ഇനി എത്തിയിട്ടില്ല. അപ്പൊ എത്തിയാലുടൻ നമ്മൾ ഇറങ്ങും അല്ലേ ഉജു? അങ്ങനെ ഞങ്ങൾക്കൊരു നല്ല റെസ്റ്റോറന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓ, പൊരിഞ്ഞ ചൂട്. കുഞ്ചു സരുണവും നടന്ന് കയറി. ഡോറൊക്കെ തുറന്നിട്ടിട്ടാ പോയിരിക്കുന്ന ഒരാൾ. നല്ല റെസ്റ്റോറന്റ് ആണ്, നല്ല സ്ഥലം അല്ലേ ഇത്. ബാക്കില് മലയൊക്കെ കാണുന്നു, നല്ല ഭംഗി. റെസ്റ്റോറന്റിന്റെ പേരെന്താ നോക്കട്ടെ കേട്ടോ. ഞങ്ങള് കണ്ടപ്പോ വേഗം ഇറങ്ങിയതാ. എന്താ പേരെന്നൊന്നും നോക്കിയില്ല. എന്താ പേര് നോക്കട്ടെ. ആ, ബ്രൗൺ ഹൗസ് റെസ്റ്റോറന്റ് എന്നാണ് പേര് കേട്ടോ. ബ്രൗൺ ഹൗസ് റെസ്റ്റോറന്റ്. കുഞ്ചിനെ കാണാനില്ലല്ലോ, അവിടെ പോയി ആൾക്കാര്. ആരുമില്ല, നമുക്ക് സുഖമായിട്ടൊന്ന് കഴിക്കാം. ഇവിടെ ഇരിക്കണ്ടോ? ഓർഡർ ചെയ്തോ കുഞ്ചു? ചെയ്തിട്ടില്ല. എന്താ കുഞ്ചു ഓർഡർ ചെയ്ത്? ബിരിയാണി ചിക്കൻ. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത മീൽസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനല്ല, ഏട്ടനാണ് ഓർഡർ ചെയ്ത മീൽസ്. അതേ ഇഷ്ടം പോലെ കറികളുണ്ട്. ഇതെന്താ, ഗീ ഉണ്ട്, തൈരുണ്ട്, സാമ്പാർ. ഇതെന്താ, ദാലാന്ന് തോന്നുന്നു. രസം. പിന്നെ ഇതെന്തോ ഒരു മസാലക്കറി. പൊട്ടറ്റോൻ്റെ ഒരു ഉപ്പേരി പോലെ. ഒരു ഗുലാബ് ജാമുൻ. ഇതെന്തോ ചമ്മന്തിയാണ്. ഒരച്ചാറ്, ചമ്മന്തി. അടിപൊളി. അയ്യോ വേണ്ട. ഞാൻ പറഞ്ഞ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ട്രൈ ചെയ്യാം. നല്ല ചൂടാണ്. മുട്ടയുണ്ട് കേട്ടോ. ചിക്കൻ പീസ് ഒരെണ്ണേ ഉള്ളൂ. ഇല്ല, ഒരെണ്ണം കൂടെ ഉണ്ട്. കഴിച്ചു നോക്കട്ടെ. കുഴപ്പമില്ല, നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ബിരിയാണിയുടെ ടേസ്റ്റ്. പാവെന്ന് പറയാനൊന്നുമില്ല, കുഴപ്പമില്ല. പാവം ബിരിയാണി, ഭയങ്കര കാരനല്ല, നോർമല. വേഗം കഴിക്കാം. ഇതിവിടെ ഒരാള് ഫുഡ് എത്ര നേരമായി കഴിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? എത്ര നേരമായി? ജ്യൂസ് കുടിച്ചാലോ? നമ്മുടെ ഓറഞ്ച് ജ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തണുപ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസാണ്. കുടിച്ചോക്കാം.
എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പൊ നീ കുടിക്കണ്ട. നല്ല ഫുഡായിരുന്നു. ഡ്രൈവിംഗ് നല്ലവാ, നല്ല ഹോട്ടല, നല്ല ഫുഡായിരുന്നു. ഇനി വീണ്ടും ഇനി നമ്മൾ എപ്പോഴായിട്ട് നിർത്ത? ചായ കുടിക്കാൻ നിർത്തല്ലേ? ഇനി ചായ കുടിക്കാൻ നിർത്തും. അതുവരെ ഡ്രൈവിംഗ്. കമോൺ കമോൺ. കുറച്ചു നേരം വണ്ടി നിർത്തിട്ടോ, ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. നല്ലൊരു ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ്. ദേ ഇവിടെ ചായക്കടയുണ്ട്. സരുണും കുഞ്ചും ഓടിപ്പോയെന്ന് തോന്നുന്നു. തലവേദനിച്ചിട്ടാണെങ്കിൽ ചായ ചായ ഭയങ്കര തലവേദന. ചായ കുടിച്ചിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. സൂപ്പ് ഉണ്ട്, വേണോ? என்ன சூப் அது? வெஜ் சூப்பா? കുഞ്ചു കുഞ്ചു സൂപ്പ് വേണോ? ഒന്നും വേണ്ടേ? എന്താ അത്? വിശക്കണില്ല? സൂപ്പ് വേണ്ട. ഇത് ചില്ലി ചില്ലി പൊറോട്ട അല്ലേ? ഇത് ചില്ലി പൊറോട്ടയുടെ മുകളിൽ തൈരൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചായ. അടിപൊളി, നല്ല വഴി. വേണ്ട, ബർഗർ ഉണ്ട്, അത് മേടിക്കും. നല്ല ചായ. ഇനി ഒരു സൂപ്പ് കൂടെ കഴിച്ചാലോ? ഏയ്, അയ്യോ, സൂപ്പ് വായിൽ വെക്കാൻ കൊള്ളില്ല കേട്ടോ. എന്തൊക്കെയോ ചീരയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. വേറെന്തോ ഒരു ടേസ്റ്റ്. കാണിച്ചു തരാട്ടോ. ക്യാരറ്റ്, പിന്നെ അത് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. കൊത്തമല്ലിയുടെ ഇലയും പിന്നെ ചീരയൊക്കെ ഇട്ടിട്ട് ആകെ കുളമാക്കിയിട്ടുണ്ട്. നല്ല വിശപ്പിലാട്ടോ ഞങ്ങളെല്ലാവരും. കുഞ്ചു നല്ല വിശപ്പുണ്ടോ? ഇല്ലേ, അവൻ അങ്ങനെ ഒരു വികാരം ഇല്ലേ, വിശപ്പ് എന്നുള്ള വികാരം ഇല്ല. അപ്പോ ഞങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? നമ്മളെന്താ പറഞ്ഞു? ഞാൻ റൊട്ടി പറഞ്ഞു. റൊട്ടിയും പനീർ ബട്ടർ മസാലയും പറഞ്ഞു ഞാനും കുഞ്ചു. ഏട്ടനൊരു നെയ് റോസ്റ്റും പറഞ്ഞിട്ടുണ്ട്. ഈ വിശപ്പ് സഹിക്കാൻ പറ്റില്ല. 10:30 ആയി ഓൾറെഡി. ഇനി വീട്ടിലെത്തുമ്പോൾ ഇപ്പം ഗൂഗിൾ മാപ്പ് പ്രകാരം കാണിക്കുന്നത് 1 മണിയാണ് കാണിക്കുന്നത്. പാവം അച്ഛൻ അമ്മയൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. ഇനി ഉറക്കത്തുനിന്ന് എണീപ്പിക്കണം അവര്.
നല്ല റൊട്ടിയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. റൊട്ടിയും പനീർ കറി കഴിച്ചു നോക്കാം നമുക്ക്. അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏട്ടാ ചപ്പാത്തി. ആ റൊട്ടി പനീർ കറി അസലായിട്ട് സൂപ്പർ. കുഞ്ഞു എല്ലാം മാറ്റാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ദേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എത്ര മണിക്ക് എത്തുന്നുള്ള അറിയില്ല. കുഞ്ചു ദേ ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുക. കുഞ്ചു ഒക്കടി ഉണ്ടോ? ഉറങ്ങി വീണോണ്ടിരിക്കുക ഒരാള്. ഇനി ഞങ്ങൾ എത്തുമ്പോ ഇതില് 1 മണിയാണ് കാണിക്കുന്നത് കേട്ടോ. 1 മണി കഴിയും തോന്നുന്നുണ്ട്. നല്ല മഴയുണ്ട്, അപ്പൊ പതുക്കെ പോവാൻ പറ്റുള്ളൂ. അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. അതോ വൈൻഡപ്പ് ആണോ അറിയില്ല ഇന്നത്തെ. നോക്കട്ടെ, അവിടെ എത്തണ പോലെ കേട്ടോ. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ വീട്ടിൻ്റെ തൊട്ടടുത്തെത്തി. 1:22 കറക്റ്റ് സമയത്തിന് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഫ്രണ്ടിലുള്ള കുളമൊക്കെ അപ്പുറത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു. ആൻഡ് ഇനി നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വ്ളോഗ് നെക്സ്റ്റ് വരുന്നുണ്ട്, അതാരും കാണാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ.